കാരണം അവർ ആഗ്രഹിച്ച ഒരു നേതാവ് തന്നെ അവരുടെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു. അത് വി ഡി സതീശൻ എന്നുള്ളതാണ്. നെട്ടൂരിലെ വി ഡി സതീശൻ്റെ വീട്ടിൽ നിന്നും സഹിൻ ആൻ്റണിയാണ് ചേരുന്നത്. സഹിൻ, നെട്ടൂരിനെ സംബന്ധിച്ച് നെട്ടൂരുകാർക്കും വളരെയേറെ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണിത്. കാരണം വി ഡി സതീശൻ ജനിച്ചത് നെട്ടൂരിലാണ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തന്നെ വി ഡിക്കായി അണിനിരക്കുന്നതും ഇവിടെയുള്ള പ്രവർത്തകരാണ്. അവരാണ് വലിയ അളവിൽ ഈ പറയുന്നത്. അവിടെ നിന്നും മുദ്രാവാക്യം വിളിയിൽ എനിക്ക് കേൾക്കാറുണ്ട്. ശരിക്കും ആദ്യഘട്ടത്തിൽ തന്നെ അവരാണല്ലോ വീടിക്കായി ആദ്യം തന്നെ അണിനിരുന്ന് മുഖ്യമന്ത്രി വീട് തന്നെ ആവണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു പറ്റം ആളുകൾ. തീർച്ചയായിട്ടും ശ്യാമിലി, വി ഡി സതീശന്റെ ജന്മനാട് എന്നൊരു പ്രത്യേകത കൂടി ഈ നാടിനുണ്ട്. മാത്രമല്ല, വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്നറിഞ്ഞതോടുകൂടി ആദ്യമായി പ്രകടനത്തിനിറങ്ങിയ ഒരു നാട് കൂടിയാണ് ഈ നെട്ടൂര്. എന്തായാലും നിരവധി ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ ഒരു ആഘോഷത്തിന്റെ ദിവസമാണല്ലോ. ഇവിടെ നെട്ടൂരത്ത് ഇവിടെ ഒരു NPL എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ്. അജ്മൽ ബിസ്മിയും ഞാൻ അവിടെ കൗൺസിലറായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അത് ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് വി ഡി സതീശന്. ശ്യാമിലി, പടക്കമൊക്കെ അങ്ങനെ പൊട്ടിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് കാണാം. ചേട്ടാ, പൊട്ടിക്കല്ലേ ഒന്ന് കാണട്ടെ. ഒന്ന് ഇവിടെയൊക്കെ ഭയങ്കര രീതിയിൽ ഗുണ്ടും പടക്കവും എല്ലാം തയ്യാറാക്കിയിട്ടാണ്. ക്യാമറമാൻ ഇത്തിരി അകൽച്ച പാലിച്ച് നിൽക്കണം, അല്ലെങ്കിൽ വീണ്ടും ഓടേണ്ടി വരും. ചേട്ടാ, പൊട്ടിച്ചോ. അത് തന്നെയാണ് ശ്യാമിലി. എന്തായാലും ഗുണ്ടും പടക്കമൊക്കെ കാര്യമായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടിക്കുകയും ചെയ്തത്. മുണ്ടൊക്കെ കത്തിപ്പോയത് ഓടി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിന്റെ പുറകില് ആവേശം ഉണ്ടെന്നൊരു പ്രശ്നമല്ല. അത് തന്നെയാണ് ശ്യാമിലി. വലിയ അന്ന് മുതൽ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ഇത് അവസാനിപ്പിച്ചിട്ടില്ല. ഇല്ല, ഇതിന്റെ അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവസാനിപ്പിക്കുള്ളൂ. ഇത് 5 വർഷവും തുടരും. VDSന്റെ പിന്നിലാണ് ഞങ്ങൾ എല്ലാവരും. അത് തന്നെയാണ്. എന്തായാലും വി ഡി സതീശന്റെ പിന്നിലാണ് ഈ ആളുകളൊക്കെ. കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മക്കളാടാ, സന്തോഷത്തിലൊക്കെ പങ്കാളിയായ സന്തോഷമായി. ഈ പടക്കമൊക്കെ കുഞ്ഞുമക്കളും എല്ലാവരും ഇങ്ങനെ വന്നിട്ടുണ്ട് ശ്യാമിലി. ഈ നാട് വി ഡി സതീശനോടൊപ്പം എന്ന് ഉറച്ചു നിന്നിട്ടുള്ള ഒരു നാടാണ് നെട്ടൂർ. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കുടുംബ വീട് നെട്ടൂരാണുള്ളത്. അദ്ദേഹം ഒരു പരിധി വരെ താമസിച്ചിരുന്ന ഒരു നാട് കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം പറവൂരിലേക്ക് മാറിയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നെട്ടൂരിൽ ഒരു വലിയ സൈന്യം, ആ സൈന്യം എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന് വീഴ്ച വന്നാലും ഉയർച്ച വന്നാലും ആ സൈന്യം ഉണ്ടാകുമെന്ന് അവർ തെളിയിച്ചതാണ്. കാരണം കേരളത്തിലെ ആദ്യ പ്രകടനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു വി ഡി സതീശന് അനുകൂല പ്രകടനം നടന്നത് നെട്ടൂരിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും തുടക്കം വി ഡി സതീശന് അനുകൂല പ്രതിഷേധ പ്രകടനങ്ങളുടെയൊക്കെ തുടക്കം നെട്ടൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നെട്ടൂർ എന്നും അദ്ദേഹത്തിന്റെ ഒരു ഉറച്ചു കോട്ടയായിരിക്കുമെന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സൈന്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശക്തമായ സൈന്യം നെട്ടൂരിൽ വി ഡി സതീശന് അനുകൂലമായിട്ടുണ്ടാകും. അതിനിയും തുടരും. ഇനി വരുന്ന 5 വർഷക്കാലവും അദ്ദേഹത്തോടൊപ്പം ഇവരുണ്ടാകുമെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് ശ്യാമിലി. ശരി. നെട്ടൂരിലെ വി ഡി സതീശന്റെ വീടിനടുത്തു നിന്നുള്ള പ്രവർത്തകരുടെ ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. സഹിൻ ആന്റണിയാണ് ആ ആവേശം പ്രേക്ഷകരിലേക്ക് അതേപടി എത്തിക്കുകയും ചെയ്തത്. ഇനി ആൽവിൻ തോമസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ അനാലിസിസിനായി. ആൽവിൻ, ഇതൊരു വലിയ സങ്കീർണമായ ഒരു പ്രോസസ്സായിരുന്നുവല്ലോ. കാരണം 11 ദിവസമാണ് ഒരു മുഖ്യമന്ത്രി മൂവരിൽ ആരാകണം എന്നുള്ള ഒരു പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് എത്താനുണ്ടായിരുന്നത്. അതിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രധാനിയായ KC വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിനെ നയിച്ച പ്രതിപക്ഷത്തെ മുഴുവൻ കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോയ വി ഡി സതീശൻ, അതുമാത്രവുമല്ല മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെയായ രമേശ് ചെന്നിത്തലയും നിൽക്കുന്നു. അപ്പോൾ ഒരു പേരിലേക്ക് എത്തിയാൽ തന്നെ മറ്റുള്ളവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെ അനുനയിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ KC വേണുഗോപാലിനെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് അത്തരത്തിലുള്ളൊരു ചർച്ച നടത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ വല്ല ഫോർമുലയും നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? എന്തായാലും പക്ഷേ ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് എന്ത് തീരുമാനവും ഹൈക്കമാൻഡിൻ്റെ ഞാൻ അതേപടി അംഗീകരിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹമാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. ആൽവിനിലേക്ക് വരാം. ഇപ്പോൾ ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ കാണുന്നു. The High Command's decision has come like that. What report you have? Ramesh Chinithala is not participating in the meeting just coming. I have no clue. Let me go there. What report you submitted? What feedback you gave? Many MLAs from the KC faction also protesting in Kerala. Is your decision? I have no clue. I don't think any of the MLA, all the MLAs will stand with the party. Ma'am, Swearing in
Not yet finalized. I have to. Ma'am, feedback. What feedback did you give, ma'am? As far as you were the observer, what, according to all the observers, was the feedback? Feedback, what we got from the MLAs and especially the senior leaders, we told our High Command. And High Command also have asked many people to come and take their decision also in a broader way. They also took some decision. How many ministers are there from the Kerala, from the Congress party? How many ministers will be there? I have In no cabinet, idea what about the who are cabinet protesting. formation? I have no What about the idea. cabinet formation? How many ministers from Again, these all questions I cannot just finalize and tell you standing on the road. I have to go in Kerala, the state, where we have to finalize. What Ma'am, assurance for the- was given to Mr. K.C. Venugopal? What assurance was given in the meeting? What was discussed? If you could No please highlight. assurance. There was a general discussion. one more question. In your consideration, people's mandate was a part of that. People's mandate, nahi, people's sentiments. People's mandate was for UDF. Yeah, but I am asking UDF. people's sentiments. Huge cry for VD Sadisan was in Kerala. Huge cry of media also. Why you are not taking your name? ദിവദാൻസ് മുൻഷി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായിരുന്നു മാനദണ്ഡം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ജനവികാരമാണോ കണക്കിലെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. മറ്റൊന്ന് സത്യപ്രതിജ്ഞയുടെ കാര്യത്തെപ്പറ്റിയോ മന്ത്രിസഭയുടെ ആരൊക്കെ എന്താവും, കോൺഗ്രസിൽ എത്ര മന്ത്രിമാരുണ്ടാകും, എണ്ണമൊക്കെ ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ ഐ ഹാവ് നോ ക്ലൂ എന്നായിരുന്നു അദ്ദേഹം ദീപാദാസ് മുൻഷി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റ് KC പക്ഷ MLA-മാർക്കും പ്രതിഷേധമുണ്ട് എന്ന് പറയുമ്പോഴും അതിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ വീണ്ടും ആൽവിനിലേക്ക് പോവുകയാണ്. ആൽവിൻ, ഞാൻ പറയുന്ന കാര്യവും അതായിരുന്നു. ഇത്രയധികം ഒരു പ്രതിഷേധിച്ചുകൊണ്ട് തലസ്ഥാനം വിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അത്തരത്തിലൊരു ഫോർമുലയൊന്നും ഉരുത്തിരിഞ്ഞിട്ടില്ല. പക്ഷെ എടുത്തൊരു തീരുമാനം ഇവരെ അങ്ങ് അറിയിക്കുക മാത്രമായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഫോർമുല നിലവിൽ ഉണ്ടായിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് KCയുടെ അടുത്തെങ്കിലും. കാരണം അദ്ദേഹം ദേശീയ രാഷ്ട്രത്തിൽ അത്രയധികം പ്രാധാന്യമുള്ള ഒരു നേതാവാണല്ലോ. അതാണ് ശ്യാമിലി. ഇപ്പോൾ ഒരു ഫോർമുല ഉരുത്തിരിയാതെ ഈ പ്രഖ്യാപനത്തിലേക്ക് ഈ ഘട്ടത്തിലും കോൺഗ്രസിന് കടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം ഒരു പേരിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ പേരിന് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും രണ്ട് നേതാക്കന്മാർ, തലയെടുപ്പുള്ള രണ്ട് നേതാക്കന്മാർ അപ്പുറത്ത് നിൽക്കുന്നു. അവർക്ക് എന്ത് അക്കോമഡേഷൻ എന്നുള്ളത് സ്വാഭാവികമായും അതൊരു ഫോർമുല ഉരുത്തിരിഞ്ഞ ശേഷം മാത്രമാണ് ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2021 പ്രതിപക്ഷ നേതാവായി അസാധാരണമായ ഒരു പക്ഷേ അന്ന് VD സതീശൻ സോണിയാഗാന്ധിയുടെ ഇടപെടലിലൂടെ വരുമ്പോൾ അന്നും രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന് വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുമെന്നായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ആ സമയത്ത് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ചില അതിർത്തിയൊക്കെ അന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ പോലും പക്ഷേ അദ്ദേഹം വളരെ വലിയ പിന്തുണയാണ് സതീശന് പിന്നീട് നിയമസഭയിൽ അടക്കം നൽകിയത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഈ ഇത്തവണ അത്തരത്തിൽ ഒരു പിണക്കം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുക. അവർ തന്നെ നേരെ രമേശുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോഴും കരുതുക. അദ്ദേഹം ഒരു പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളത് ഔദ്യോഗികമായി പറഞ്ഞില്ല എങ്കിൽ പോലും പക്ഷേ അതിനൊരു തീരുമാനത്തിലുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം അനുനയിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു കീ പോസ്റ്റിലൂടെ മന്ത്രിസഭയിലേക്ക് പൊസിഷൻ നൽകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും നമുക്കിനി കാണേണ്ടതുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടിയിലെ വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹത്തെ അവരോധിക്കുമോ ഈ കോൺഗ്രസ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത്. അതിന് എന്തൊക്കെ ഫോർമുലയാണ് കോൺഗ്രസ് പാർട്ടി കണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വളരെ നീതിയുക്തമായ, വളരെ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് ഒടുവിൽ ഹൈക്കമാൻഡ് എത്തി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സ്വാഭാവികമായ ചർച്ചകൾ അത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത്തരത്തിൽ 3 നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള ക്ലെയിം മുഖ്യമന്ത്രി പദത്തിലേക്ക് നിൽക്കുമ്പോൾ വലിയ ചർച്ചകൾ ആവശ്യമാണ്. അത് അല്പം നീണ്ടുപോയി എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. പക്ഷേ ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക്, ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ ആഗ്രഹിച്ചിരുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നേതാക്കൾക്കിടയിൽ ചില ഭിന്നസ്വരങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവും. ഈ 2 നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ നിന്ന് തഴയപ്പെടുമ്പോൾ, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തഴയപ്പെടുമ്പോൾ സ്വാഭാവികമായും നേതാക്കന്മാർക്കിടയിൽ അതൊരു ഒരു സ്വാഭാവികമായ ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെയും
ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഫോർമുല ഒരു പക്ഷേ AICC നേതൃത്വം സ്വീകരിക്കുമെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്, UDF ക്യാമ്പ് എന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ VD സതീശൻ്റെ വാക്കുകൾ പോലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞത് ടീം UDF എന്ന നിലയിൽ കൂടിയാണ്. കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ടീം UDF ഒറ്റ പാർട്ടിയായിട്ടാണ്, അതായത് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ഒറ്റ പാർട്ടിയായാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം തന്നെയായിരുന്നു VD സതീശൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമായി ഉയർന്നു നമ്മൾ കേട്ടത്. അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഘടകകക്ഷികൾ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകുന്നു എന്നുള്ളത് അദ്ദേഹം ആ ടീം UDFനെ ബിൽഡപ്പ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം, ഒരു പക്ഷേ ഇത്തരമൊരു സാഹചര്യം വന്നാൽ അത് സ്വാഭാവികമായും UDFിലെ മറ്റ് ഘടകകക്ഷികൾ തന്നെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുതന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തത്. ഈ പ്രചരണ കാലഘട്ടത്തിലൊക്കെയും അത്തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ മിന്നും വിജയം നേടാൻ UDFന് സാധിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അതുതന്നെയാണ് എടുത്തു പറയുന്നത്. ടീം UDFിൻ്റെ ഒരു വിജയം, അത് കോൺഗ്രസ് പാർട്ടി എന്നത് അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ ഒപ്പം തന്നെയാണ് ടീം UDF എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുന്നോട്ടും തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് സതീശൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇനി മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെയും ഘടകകക്ഷികളുടെ വലിയ പിന്തുണ, അവർ കടുംപിടുത്തം പിടിക്കാതെ അല്ലെങ്കിൽ അവർ ചിലയിടങ്ങളിൽ കയ്യേണ്ടടുത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പുതിയ യുഗം ഉണ്ടാക്കുക, പുതിയ യുഗ കേരള പിറവി എന്ന നിലക്കൊക്കെയാണ് അദ്ദേഹം നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അതുതന്നെയാണ് ഇപ്പോൾ ആൽവിനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും